അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർദ്ധവാർഷിക പരീക്ഷ ഒക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും എക്സാം പേപ്പർ നോക്കുന്ന തിരക്കിലാണ്. എക്സാം പേപ്പർ നോക്കുന്നതിൻ്റെ ഇടയിൽ മീലാദുമായി ബന്ധപ്പെട്ട തിരക്ക് വന്നതുകൊണ്ട് ചില ആളുകൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ലളിതമായി പെട്ടെന്ന് ആൻസർ നോക്കാൻ വേണ്ടി ആൻസർ കീ കിട്ടിയാൽ തരക്കേടില്ല എന്ന് പറയുന്നവരുണ്ടാകും. ആൻസർ കീ ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർക്ക് നൽകുകയും ചെയ്യും. ചെറിയൊരു വീഡിയോ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നു. പരീക്ഷ തുടങ്ങുന്നതിൻ്റെ മുമ്പും ശേഷമൊക്കെയായി പല വീഡിയോകൾ ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല ആളുകൾക്കും അത് ഉപകാരപ്രദമായിട്ടുണ്ട്. അങ്ങനെ പല ഉസ്താദുമാരുൾപ്പെടെ പലരും പറയുന്നുണ്ട്, ഒന്നും കൂടെ ഈ വർഷവും പരീക്ഷ നിങ്ങൾ കഴിഞ്ഞ ഉടനെ അതിൻ്റെ ആൻസർ സഹിതം പറഞ്ഞാൽ സന്തോഷമായിരുന്നു എന്ന്. ഏതായാലും ആൻസർ സഹിതം പൂർണ്ണമായി പറയാൻ സമയമില്ല. ജസ്റ്റ് ഒരു സൂചന നൽകുക. ഉസ്താദുമാർക്ക് ആകുമ്പോൾ സൂചന കൊടുത്താൽ മതിയല്ലോ. ആൻസർ ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജോ മറ്റോ അയച്ചാൽ ഇൻഷാ അല്ലാഹ് പ്രതികരിക്കാം സമയബന്ധിതമായി. തസ്കിയാണ് പറയുന്നത്. ഫിഖ് നേരത്തെ ചെറിയ രൂപത്തിൽ ഡിസ്കസ് ചെയ്തു. തസ്കിയ 8ാം ക്ലാസ്സിൽ തസ്കിയാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. എല്ലാ ക്ലാസ്സും നമുക്ക് 8 മുതൽ മേലോട്ടുള്ള എല്ലാ ക്ലാസ്സും ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. തസ്കിയും ഫിഖും അതുപോലെ തന്നെ +1 +2 മആലിമു തുല്ലാബ്, തഫ്സീർ, ഫിഖ്, തസൗഫ് ഇത് ചർച്ച ചെയ്യാനാണ്. മറ്റുള്ളത് പിന്നെ ആവശ്യമില്ലല്ലോ. 7 വരെയുള്ള ക്ലാസ്സുകൾ പച്ച മലയാളത്തിലായതുകൊണ്ട് ആവശ്യം തീരെയില്ല. നോക്കാം. ചോദ്യം നമ്പർ 1. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം ഏതാണ്? ഹംസ റളിയല്ലാഹു അൻഹു ഏത് യുദ്ധത്തിലാണ് ഷഹീദായത്? നമുക്കറിയാം, ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിലാണ് ഷഹീദായത് അല്ലേ? ചോദ്യം നമ്പർ 2. സൂറത്തുൽ മസദിന്റെ മറ്റൊരു പേര് നമ്മൾ പറയുന്നത് തബ്ബത്ത് എന്നാണ്. സൂറത്തു തബ്ബത്ത്. റഫീഖ് എന്നതിൻ്റെ അർത്ഥം ഇത്തരം കൂട്ടുകാർ. കസബത്ത് താജിറുൽ അംവാല എന്നതിലെ മഫ്ഊല്. താജിർ ഫായിലാണ്, അപ്പൊ പിന്നെ മഫ്ഊൽ എന്തായാലും അംവാല എന്നുള്ളതാണല്ലോ അല്ലേ? ഓക്കെ. മസദ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാ ചോദിക്കുന്നത്. ലീഫും മഫ്തൂൽ. അബൂലഹബിന്റെ മക്കളിൽ ഷാമിൽ വെച്ച് സിംഹം പിടിച്ചത് ആരെയാണ് എന്നാണ് 6ാമത്തെ ചോദ്യം. ഫസ്റ്റ് പാഠത്തിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട് അല്ലേ? ആരാണ്? ഉതൈബ. ഇനി ചേരുംപടി ചേർക്കാനുള്ളതാണ്. വഅൻസിർ അശീറത്തക്കൽ അഖ്റബീൻ. ഇനി ആൻസർ ചെയ്ത ഞാൻ പറഞ്ഞു. വസിൻ ബിഹുക്മി ശറഇൻ കുല്ല ഹാളിരിൻ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു ഫദ്കുർ ഹുജൂമ ഹാദിമൽ ലദ്ദാത്ത് അകുൻതും മുസദ്ദിഖയ്യ മാ ജറബ്ന അലൈക കദിബ. ആൻസർ സഹിതം പറഞ്ഞേ. ഇനി അത് പിന്നെ അപ്പുറത്തെ സൈഡ് പറയണമെന്നില്ല. വഹൈസു ലാ തുഖ്ലി ലിഇസ്തിൽദാദി. അതാണ് അവിടെ വിട്ടുപോയത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ലഖദ് അജിബല്ലാഹു മിൻ സ്വനീഇക്കുമാ. എന്താണ് ബാക്കി പറയുന്നത്? ബിളൈഫിക്കുമാ. ഓക്കെ. അബൂലഹബിന്റെ മക്കളിൽ മുഅത്തിബും ഉത്ബയും ഫത്ഹ് മക്കയിൽ മുസ്ലിമായി അല്ലേ? അശംസുൻ തോലിഅ എന്ന വാചകത്തിലെ ഖബർ തോലിഅ എന്നതാണ്. അൽ ഇസ്മു ഇമ്മ മുദക്കറുൻ സാദക്കല്ലാഹു ഹിർസൻ. ആൻസർ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ചില സൂചനകൾ മാത്രമേ നൽകുന്നുള്ളൂ. അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇജ്ലിസു എന്ന വാക്ക് കേട്ട ഉടനെ, നബി തങ്ങളിൽ നിന്ന് ഇജ്ലിസ് എന്ന വാക്ക് കേട്ട ഉടനെ പള്ളിയുടെ അടുത്ത് ഇരുന്ന സ്വഹാബി ആരാണ്? അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇഅ്റാബുൽ മഫ്ഊലി ബിഹി. മഫ്ഊൽ ബിഹിന്റെ ഇഅ്റാബ് എന്താണ്? നസ്ബ്. പിന്നെ ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഅർ മുബാറക് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച സുഹാബി, തിരുകേശം വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചത് ആരോടാണ്? അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു.
യഹ്ദറുൽ മുഅ്മിനു അശ്ശൈത്വാന എന്നുള്ളതിലെ ഫാഇൽ മുഅ്മിൻ എന്നതാണ്. പെട്ടെന്ന് വായിച്ചു പോവാണേ. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹവാസം ലഭിക്കാനുള്ള മാർഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുൻഗാമികളെയും അനുസരിക്കുക എന്നുള്ളതാണ്. സൂചനകൾ മാത്രമേ തരുന്നുള്ളൂ, ബാക്കി ഡീറ്റെയിൽസ് ആയി നിങ്ങൾ മനസ്സിലാക്കണം. സാധുമാർക്കായതുകൊണ്ട് സൂചന കൊടുത്താൽ മതി എന്ന് ഞാൻ ആവർത്തിച്ച് പറയണം. മാ അയ്ന അൻഹു മാലുഹു വമാ കസബ് എന്നതിൻ്റെ ഉദ്ദേശം അവൻ്റെ സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കില്ല എന്നത്. ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? മുബ്തദയും ഖബറും കൂടിയതാണ് ഇസ്മിയായ ജുംല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തൻ്റെ പേരക്കുട്ടിനോട് ചെയ്ത വസിയത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ സംഭവം എല്ലാവർക്കും അറിയാം. ആ വിയർപ്പ് മരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം പുകയിപ്പിക്കുന്ന പരിപാടി ഉണ്ട് അല്ലേ? ആ വിയർപ്പും കൂടെ ആ സുഗന്ധം കൂടെ ഉപയോഗിച്ചിട്ടായിരിക്കണം നിങ്ങൾ പുകയിപ്പിക്കേണ്ടത് എന്ന് ഒരുള്ള വസിയത്താണ്. അസ്വപ്തി എന്നുള്ളത് ആരോട് പറഞ്ഞു എന്നതാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സുലൈമയോട് പറഞ്ഞ വാക്കാണത്. അബൂ ലഹബിന്റെ ഭാര്യക്ക് ഹമ്മാലത്ത് എന്ന് പേര് കിട്ടാനുള്ള കാരണം ഓള് കഴുത്തിൽ ഈത്തപ്പനയുടെ കയറിന്റെ അടയാളമുണ്ട്. ഓളെ കഴുത്തിൽ ഈത്തപ്പനയുടെ കയറിന്റെ അടയാളങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ഉദ്ദേശം ഇസ്ലാം വിരോധിച്ചത് അതെന്തായാലും ഉപേക്ഷിക്കണം. അത് ശൈത്വാനിൽ നിന്നുള്ളതാണ്. പിന്നെ സൂറത്തുൽ മസദിന്റെ ഉള്ളടക്കം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക എന്നുള്ളതിന് ഇത് രണ്ടും കൂടെ 10 മാർക്കിനാണ്. ക്വസ്റ്റ്യൻ 5-5. ഇൻഷാ അല്ലാഹ് ബാക്കി ക്വസ്റ്റ്യനുമായി വരാം.